നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഗോൾ അടിച്ചത് ഒറീലി ആയിരിക്കും, പക്ഷേ മാൻ ഓഫ് ദി മാച്ച് ഏർലിംഗ് ഹാലൻഡ് ആണെന്ന് പെപ് ഗാർഡിയോള. ന്യൂകാസിൽ യുണൈറ്റഡിനെതിരെയുള്ള കളിക്ക് ശേഷമാണ് അദ്ദേഹം ഇത്തരത്തിലുള്ളൊരു പ്രസ്താവന നടത്തിയിരിക്കുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം മാൻ ഓഫ് ദി മാച്ച് ഏർലിംഗ് ഹാലൻഡ് ആണ്. കാരണം അവൻ ഡാൻ ബേണിനെതിരെ ഫൈറ്റ് ചെയ്ത് നിന്നു. മാൻ മാർക്കിങ്ങിനെതിരെ കളിക്കുമ്പോൾ കുറച്ചുകൂടി ഡയറക്റ്റായിട്ട് കളിക്കേണ്ടതുണ്ട്. ഇപ്പോൾ 50-50 ബോൾസിന് നിങ്ങൾ ഫൈറ്റ് ചെയ്യുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒരു ചാൻസും ഉണ്ടാക്കാൻ പറ്റില്ല. പക്ഷേ അവൻ അതിനു വേണ്ടി പരിശ്രമിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സോ അവനാണ് മാൻ ഓഫ് ദി മാച്ച് എന്ന് പെപ് ഗാർഡിയോള പറയും. സിറ്റി 1-നെതിരെ 2 ഗോളുകൾക്കാണ് ന്യൂകാസിൽ യുണൈറ്റഡിനെ പരാജയപ്പെടുത്തിയത്. ഒറീലിയാണ് 2 ഗോൾ നേടിയത്. കളിയുടെ 14-ാമത്തെ മിനിറ്റിൽ അദ്ദേഹത്തിലൂടെ സിറ്റി ലീഡ് എടുത്തതാണ്. 22-ാമത്തെ മിനിറ്റിൽ ഹാള് ന്യൂകാസിലിനായിട്ട് ഗോൾ മടക്കി. പക്ഷേ 27-ാമത്തെ മിനിറ്റിൽ ഒറീലിയുടെ 2-ാമത്തെ ഗോൾ അവരെ വിജയത്തിലേക്ക് കൊണ്ടുപോയി. ഇപ്പം എന്താ സംഭവിച്ചിരിക്കുന്നത്? പ്രീമിയർ ലീഗിൽ പോരാട്ടം കടുപ്പിച്ചിരിക്കുകയാണ്. സിറ്റി കടുപ്പിച്ചിരിക്കുന്നു. ആഴ്സണലിന് ഇനി കാലിടാൻ പറ്റില്ല. ആഴ്സണൽ സമീപകാലത്ത് പ്രീമിയർ ലീഗിൽ കുറച്ച് പോയിന്റുകൾ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ അവർ 1-ാം സ്ഥാനത്താണ്. ഇപ്പോൾ 2 പോയിന്റിൻ്റെ ലീഡ് ആഴ്സണലിനുള്ളൂ. 27 കളി 58 പോയിന്റാണ് ആഴ്സണലിനെങ്കിൽ 27 കളി 56 പോയിന്റായി കഴിഞ്ഞു സിറ്റിക്ക്. എല്ലാ കളിയും സിറ്റി ജയിച്ചാൽ സിറ്റിക്ക് കിരീടം ചൂടാം. കാരണം ആഴ്സണലിനെ ഒരു കളി കൂടി ഉണ്ടല്ലോ. തോൽപ്പിക്കുകയാണെങ്കിൽ സിറ്റി കിരീടം ചൂടും. പക്ഷേ ആഴ്സണലിന് ഇനി വിട്ടുകൊടുക്കാൻ പറ്റില്ല. ഇന്നത്തെ മത്സരം ടോട്ടൻഹാം ഹോട്ട്സ്പറിനെതിരെ അവർക്ക് വിജയിച്ചേ പറ്റൂ. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.